നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അതിർത്തികൾ കാക്കുന്ന സൈനികരെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇനി ശത്രു രാജ്യങ്ങൾ ഒന്നുറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലം വരികയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ജാതകം തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ മോദി സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. 90,000 കോടി രൂപയുടെ ഒരു വമ്പൻ അന്തർവാഹിനി കരാർ. ജർമ്മനിയുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന ഈ നീക്കം എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ സമുദ്ര വിപ്ലവം എന്ന് വിളിക്കുന്നത്? നോക്കാം. ഇന്ത്യ പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പോവുകയാണ്. ജർമ്മൻ നാവിക വിമാനായ ഡൈസൺ ഗ്രൂപ്പ് ആണ് സാങ്കേതിക വിദ്യ നൽകുന്നത്. നിർമ്മാണം നടക്കുന്നത് നമ്മുടെ മുംബൈയിലെ മസഗൺ ഡോക്കിലും. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജർമ്മനി സന്ദർശിച്ചതോടെ ഇതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഇനി ഇവിടെയാണ് യഥാർത്ഥ കളിയിരിക്കുന്നത്. ഈ അന്തർവാഹിനികൾക്ക് ഒരു പേരുണ്ട്, സൈലന്റ് കില്ലേഴ്സ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ AIP ടെക്നോളജിയാണ്. സാധാരണ അന്തർവാഹിനികൾക്ക് ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വരേണ്ടി വരും. അപ്പോൾ ശത്രുക്കൾക്ക് അവയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാൽ 2 ആഴ്ചയോളം പൊങ്ങി വരാതെ വെള്ളത്തിനടിയിൽ തന്നെ പതുങ്ങിയിരിക്കാൻ പറ്റും. ശത്രുവിന്റെ കപ്പൽ അടുത്തെത്തുമ്പോൾ അറിയിക്കാതെ തന്നെ പണി കൊടുക്കാൻ ഇതിന് സാധിക്കും. എന്തിനാണിപ്പോൾ ഇത്രയും വലിയ തുക മുടക്കി ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ: ചൈന. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവർക്ക് 60ഓളം അന്തർവാഹിനികളുണ്ട്. ഇന്ത്യക്ക് ഇത് ഏകദേശം 19 എണ്ണമേ ഉള്ളൂ. ഈ വലിയ ഗ്യാപ്പ് നികത്താൻ മോദി സർക്കാർ കണ്ടുപിടിച്ച വഴിയാണിത്. ചൈനയുടെ കപ്പലുകൾ നമ്മുടെ കടൽ അതിർത്തിയിൽ കടന്നാൽ ഈ സൈലന്റ് കില്ലേഴ്സ് അവരെ നിശബ്ദമായി നേരിടും. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന 6 ടൈപ്പ് 214 നെക്സ്റ്റ് ജനറേഷൻ അന്തർവാഹിനികളാണ് ഈ കരാറിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മസഗൺ ഡോക്കിൽ നിർമ്മിക്കപ്പെടുന്ന ഈ അന്തർവാഹിനികൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കടന്നുകയറ്റത്തിന് അന്ത്യം കുറിക്കാൻ ശേഷിയുള്ളവയാണ്. സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അന്തർവാഹിനികൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്. ഇതൊരു ആയുധ കച്ചവടം മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വമ്പൻ വിജയമാണിത്. ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. അതിലുപരി ഭാവിയിൽ ലോകത്തിന്റെ ഈ ഭാഗത്തുള്ള എല്ലാ ജർമ്മൻ നിർമ്മിത കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു ഗ്ലോബൽ ഹബ്ബായി ഇന്ത്യ മാറും. അതായത് വിദേശ രാജ്യങ്ങൾ പോലും കപ്പൽ നന്നാക്കാൻ ഇന്ന് ഇന്ത്യയിലേക്ക് വരും. വെറും ഒരു ആയുധ കച്ചവടം എന്നതിലുപരി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഈ കരാറിന്റെ പ്രത്യേകതയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പ്രാവീണ്യം ലഭിക്കും. ഭാവിയിൽ കിഴക്കൻ അർദ്ധഗോളത്തിലെ ജർമ്മൻ നിർമ്മിത കപ്പലുകളുടെ പരിപാലനവും അറ്റകുറ്റപ്പണികളും നടത്തുന്ന ഒരു ആഗോള ഹബ്ബായി ഇന്ത്യ മാറാൻ ഇത് വഴി തുറക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 90,000 കോടി കരാർ കേവലം കപ്പൽ നിർമ്മാണമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഇന്ത്യയുടെ വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു നീക്കം. എന്താണത്? നമുക്ക് നോക്കാം. നമ്മുടെ പ്രതിരോധ മേഖല ഇതുവരെ വലിയൊരു ശതമാനം റഷ്യയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുക്രൈൻ യുദ്ധത്തിനു ശേഷം ലോക സാഹചര്യം മാറി. ഒരു രാജ്യത്തെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നത് അപകടമാണെന്ന് മോദി സർക്കാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഫ്രാൻസിനും റഷ്യയ്ക്കും പുറമെ ജർമ്മനിയെ കൂടെ കൂട്ടുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ നയം ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അതായത് ആര് പിണങ്ങിയാലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു പോറലും ഏൽക്കില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ജർമ്മൻ അന്തർവാഹിനികളിൽ ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഒരു സൈലന്റ് അന്തർവാഹിനി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ മിസൈൽ. ഇത് ശരിക്കും ശത്രുക്കളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന കാര്യമാണ്. കടലിനടിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും. ഇനി പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും പണം കളയുന്നതെന്ന്. ഇത് ചിലവല്ല, നിക്ഷേപമാണ്. ഈ അന്തർവാഹിനികൾ ഉണ്ടാക്കാനുള്ള സ്പെയർ പാർട്സുകളും മറ്റും ഇന്ത്യയിലെ ചെറുകിട കമ്പനികളാണ് നിർമ്മിക്കുന്നത്. അതായത് 90,000 കോടിയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിലെ തന്നെ ബിസിനസ്സുകാരിലേക്കും തൊഴിലാളികളിലേക്കും തിരിച്ചെത്തും. സ്വാശ്രയ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാണ്. 2035 ആകുമ്പോഴേക്കും 25 അത്യാധുനിക അന്തർവാഹിനികളുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തിയാക്കുക.
ചൈനയുടെ മുത്തുമാല തന്ത്രത്തെ തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന കരിങ്കല്ല് കോട്ടയാണിത്. കടലിന്റെ അധീപനാകുന്നവൻ ലോകത്തിന്റെ അധീപനാകുമെന്ന് പറയാറുണ്ട്. ആ വഴിക്കാണ് മോദി സർക്കാർ ഇന്ത്യയെ നയിക്കുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഈ ഡീലിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ കരാറിലൂടെ ഇന്ത്യ നേടാൻ പോകുന്നത് കേവലം ആയുധങ്ങൾ മാത്രമല്ല, പകരം നീലജല നാവികസേന എന്ന പദവിയാണ്. എന്താണ് ഈ നീലജല നാവികസേന? സ്വന്തം തീരത്ത് നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം പോയി. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക, ഈ കരാറിലെ ലോജിസ്റ്റിക് സപ്പോർട്ട് എന്ന കണ്ടീഷൻ അനുസരിച്ച് ലോകത്തിന്റെ ഏത് കോണിലും ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതായത് ആവശ്യമെങ്കിൽ നാളെ സിംഗപ്പൂരിലോ ഓസ്ട്രേലിയയിലോ ഉള്ള തുറമുഖങ്ങളിൽ നമ്മുടെ അന്തർവാഹിനികൾക്ക് ഈസിയായി സർവീസ് നടത്താം. കടലിലെ നമ്മുടെ പരിധി ഇതോടെ ലോകം മുഴുവനായി മാറുകയാണ്. യുദ്ധം ചെയ്യാനും വിജയിക്കാനും ശേഷിയുള്ള സൈന്യത്തെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഈ ജർമ്മൻ അന്തർവാഹിനികൾ വരുന്നതോടെ ഇന്ത്യ ആ ലിസ്റ്റിലേക്ക് ഔദ്യോഗികമായി കയറുകയാണ്. ഇന്ത്യയുടെ ഈ നീക്കം കണ്ട് ഏറ്റവും കൂടുതൽ നെഞ്ചടിക്കുന്നത് അയൽരാജ്യങ്ങളാണ്. ചൈനയുടെ ഡ്രാഗൺ കടലിൽ വിരിച്ച വലകൾ ഓരോന്നായി ഇന്ത്യ മുറിച്ചു മാറ്റുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കാനും ഈ ഡീൽ സഹായിക്കും. അമേരിക്കൻ രാജ്യങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കും സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ഇനി മുൻകൈയെടുക്കും. മോദി സർക്കാരിന്റെ ദർശനം ഈ ജർമ്മൻ കരാറിലൂടെ പൂവണിയുകയാണ്. അതായത് ഇന്ത്യ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്ന് ഒരു ആഗോള ശക്തിയായി മാറുകയാണ്. നമ്മുടെ പഴയ അന്തർവാഹിനികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പലരും ചോദിക്കുന്നു. 2035ഓടെ 10ഓളം പഴയ കപ്പലുകൾ വിരമിക്കും. അവയ്ക്ക് പകരമായി വരുന്ന ഈ 6 ജർമ്മൻ അന്തർവാഹിനികൾ പഴയ 20 എണ്ണത്തിന്റെ കരുത്ത് ഒറ്റയ്ക്ക് പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. കുറഞ്ഞ എണ്ണം കപ്പലുകൾ കൊണ്ട് കൂടുതൽ പ്രഹരശേഷി, അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലേക്ക് ഒഴുകും. ഈ സമുദ്ര വിപ്ലവത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. കാരണം ഇത് കേവലം ഇരുമ്പ് കൂടാരങ്ങളല്ല, ഭാരതത്തിന്റെ സുരക്ഷാ കവചമാണ്. ഇനി അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിലെ വമ്പൻ ശക്തികൾ ഇന്ത്യയുടെ ഈ നീക്കത്തെ ഇത്ര ഗൗരവത്തോടെ കാണുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയുടെ ലക്ഷ്യം കേവലം ആയുധങ്ങൾ ശേഖരിക്കുക എന്നതല്ല, മറിച്ച് ലോകത്തിന്റെ സമുദ്ര നിയമങ്ങൾ നിർണയിക്കുന്ന ശക്തിയായി മാറുക എന്നതാണ്. ഇന്ന് വരെ നമ്മൾ പ്രതിരോധം എന്ന വാക്കിനെ അതിർത്തി കാക്കുക എന്ന അർത്ഥത്തിലാണ് കണ്ടിരുന്നത്. എന്നാൽ മോദി സർക്കാരിന്റെ ഈ പുത്തൻ നയം പ്രതിരോധം എന്നതിനേക്കാൾ ഉപരി മേധാവിത്വം ഉറപ്പിക്കുക എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചൈനയോ പാകിസ്ഥാനോ മാത്രമല്ല, അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കും ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത സാഹചര്യം ഈ കരാറിലൂടെ സാധ്യമാകുകയാണ്. നമ്മൾ കടന്നു പോകുന്ന ദൂരം ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്പെയർ പാർട്സുകൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ക്യൂ നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുമായി നമ്മുടെ വാതിലിൽ വന്നു നിൽക്കുന്നു. ഇത് ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെയും വിജയം തന്നെയാണ്. ഈ 90,000 കോടി രൂപയുടെ കരാർ ഒപ്പിടുന്ന നിമിഷം മുതൽ ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം 2 ഭാഗങ്ങളായി തിരിയുകയാണ്. കരാറിന് മുൻപും കരാറിന് ശേഷവും കടലിന്റെ ആഴങ്ങളിൽ ഇനി മുഴങ്ങുക ഇന്ത്യയുടെ ശബ്ദമായിരിക്കും. ഇത് വെറുമൊരു കപ്പലല്ല, ഇത് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെ ഉരുക്കുകോട്ടയാണ്. ചരിത്രം സാക്ഷിയാണ്. കടലിനെ ഭരിക്കുന്നവർ ലോകത്തെ ഭരിക്കും. ഭാരതം ഈ സിംഹാസനത്തിലേക്ക് നടന്നു കയറുകയാണ്. വരും തലമുറകൾക്ക് സമാധാനത്തോടെയും സുരക്ഷിതമായും ജീവിക്കാൻ കടലിലെ ഈ കാവൽക്കാർ കരുത്തു പകരും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇന്ത്യയുടെ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.